ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് കോൾഡാണ്, അതുകൊണ്ട് എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ മോർണിംഗ് ആണ്. പക്ഷേ മോർണിംഗ് ആസ്വദിച്ച് പുറത്ത് നിൽക്കാൻ സമയമില്ല, ഇത്തിരി തിരക്കാണ്. എന്തായാലും കിച്ചണിൽ പോയിട്ട് പരിപാടികളൊക്കെ നോക്കാം. നമ്മൾ കൃത്യമായിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളോട് സ്റ്റോക്കുള്ള സാധനങ്ങളൊക്കെ മറന്നു പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാൻ കുറച്ച് വൈകിയതുകൊണ്ട് എന്ത് ചെയ്തു, കുറച്ച് സാധനങ്ങളൊക്കെ അറിയാതെ പിന്നെയും വാങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്ത ശേഷം എന്തൊക്കെയാണ് സ്റ്റോക്കുള്ളതെന്ന് എഴുതി ഒട്ടിച്ച് വെച്ചതാണ്. അപ്പോൾ അതിലെന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളതെന്നൊന്നും അറിയാതെ ഞാൻ കുറച്ച് ഉള്ള സാധനങ്ങൾ തന്നെ പിന്നെയും വാങ്ങി പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളത് ഭയങ്കര പീരിയോഡിക്കലി കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു പാൻട്രിയും ഫ്രിഡ്ജൊക്കെ. പക്ഷേ നമുക്കെപ്പോഴും ഒരുപോലെ ആയിക്കോളൂലല്ലോ, ആയിക്കോളണമെന്നില്ലല്ലോ. എനിക്ക് എക്സാമിൻ്റെ തിരക്കും പിന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ചെവി വേദനയും തലവേദനയും അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ഹോം മേക്കിങ്ങിലൊക്കെ കുറേ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമല്ലോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഫുഡ് റെഡിയാക്കുക, അതുപോലെ ഫിസൂന് കൊണ്ടുപോകാനുള്ളതൊക്കെ എല്ലാം പാക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടി നടന്ന് ചെയ്യുകയാണ്. ഇങ്ങനത്തെ സംഭവങ്ങൾ ഇങ്ങനെ ഇപ്പോൾ കുറച്ചായി തോന്നുന്നു ഫിസൂൻ്റെ ഫുഡ് പാക്കിങ്ങും എല്ലാം കൂടി അങ്ങനെ മോർണിംഗിൽ ഇൻക്ലൂഡ് ആക്കിയിട്ട് രാവിലെ മിക്കവാറും ഒരു ജഗ്ഗ പോകുകയാണ്. 7:30 ആകുമ്പോൾ എല്ലാം കഴിഞ്ഞ് ഫിസൂൻ്റെ ഫുഡ് റെഡിയും കഴിഞ്ഞ് ഫിസു പോകണം. അപ്പോൾ രാവിലത്തെ ആ തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നതിനൊക്കെ ഒരു പരിധികളുണ്ട്. ഇത് പിന്നെ ഞാൻ കുറച്ച് ഇങ്ങനെ ടൈം ലാപ്സ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ക്യാമറ അങ്ങോട്ട് ഓൺ ചെയ്ത് വെച്ചതാണ്. അങ്ങനെ ഫുഡ് ഫിസൂനുള്ളത് ആദ്യം തന്നെ ഫിസൂൻ്റെ അത് പാക്ക് ചെയ്യും, പിന്നെ ഫിസൂൻ്റെ ഫുഡ് കൊടുക്കും, പിന്നെ ഇക്കൊക്കെയുള്ളത്, പിന്നെ എനിക്കുള്ളത്, അങ്ങനെയാണ് ഓരോരുത്തർക്ക്. ഇപ്പോൾ ഫിസൂനാണ് കഴിക്കാൻ കൂടുതൽ സമയം എടുക്കുക, പിന്നെ പോകാൻ തിരക്കുള്ളത് ഇക്കൊക്കെയാണ് ആ ഒരു ഓർഡറിൽ. പിന്നെ ഞാൻ എവിടെയും പോകുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഏറ്റവും ലാസ്റ്റ് ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ടിരുന്നിട്ടാണ് കഴിക്കാറുള്ളത്. പിന്നെ എനിക്ക് എവിടെയും പോകാനില്ല വെച്ചാൽ എനിക്ക് രാവിലെ ക്ലാസ് ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു 8:30 മുതൽ 10 മണി വരെ ക്ലാസ് ഉണ്ടാവും. എക്സാമിൻ്റെ ടൈമിനെടുത്തൊരു വീഡിയോ ആണത്. അപ്പോൾ എനിക്കൊന്ന് ഫിസൂൻ അന്ന് എക്സാം തുടങ്ങിയില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതിപ്പോൾ കഴിഞ്ഞ വീക്കിലെടുത്ത വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ കറക്റ്റ് ഓർക്കുന്നില്ല കേട്ടോ ഏത് ഡേ ആണെന്നൊന്നുള്ളത്. ഫിസൂന് എക്സാം ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും ഒക്കെ ഒരേപോലെ തന്നെയാണ്, രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ ഉണ്ടാകും. അങ്ങനെ സെക്കൻഡ് സ്റ്റാൻഡേർഡിനൊക്കെ അങ്ങനെയാണ്. പിന്നെ ഓന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എഗ്ഗൊക്കെ പൊരിക്കുന്നുണ്ട്, ദോശകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ? കഴിഞ്ഞ വീഡിയോസിനൊന്നും അധികം ആരും കമൻ്റ് ഒന്നും ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റും ലൈക്കും ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്കൊരു രസമില്ല കേട്ടോ. എനിക്ക് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയാൻ ഞാൻ ഒരു സുഖമില്ല. നിങ്ങൾ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് നമുക്കും വീഡിയോ ഒക്കെ ചെയ്യാനൊരു ഉഷാറുണ്ടാവുക. അപ്പോൾ നിങ്ങളാരും കമൻറ്റ് ഇട്ടില്ലെങ്കിൽ ഞാൻ വിചാരിക്കും ആർക്കും അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല, നമ്മളാരും മൈൻഡ് ചെയ്തില്ല എന്നുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നൽ കേട്ടോ. അപ്പോൾ അത് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കിച്ചണിലെ ഫുഡ് പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഒട്ടും പ്ലാൻഡ് ആയിട്ടുള്ളൊരു ഡേ അല്ല എന്നുള്ളത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എല്ലാ ദിവസങ്ങളും നമ്മുടെ ലൈഫിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ആ ഒരു ഫ്ലോക്ക് അനുസരിച്ച് പോകേണ്ട ദിവസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണത്. അപ്പോൾ ഞാൻ കിച്ചണിലെ പരിപാടി അത്യാവശ്യ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം മോൻ്റെ ബുക്കൊക്കെ എടുത്തു വെക്കുകയാണ്. ഇതൊക്കെ എല്ലാ ദിവസവും ഓൻ തന്നെ പെർഫെക്റ്റായിട്ട് അങ്ങനെ ചെയ്യുമൊന്നുമില്ല കേട്ടോ. ഓന് മൂടുണ്ടെങ്കിൽ ഓൻ എടുത്തു വെക്കും, ഇല്ല നമ്മളിങ്ങനെ പറയണം. അപ്പോൾ രാവിലെ ഒന്ന് നോക്കുമ്പോൾ എടുത്ത് വെച്ചില്ല, അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്ന് എടുത്ത് സെറ്റാക്കി വെക്കുകയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു എക്സാമിൻ്റെ അന്നാണെന്ന് ഞാൻ ഇങ്ങനെ ഷാർപ്പ് ചെയ്തൊന്നും കൊടുക്കലില്ല. അപ്പം അന്ന് എക്സാം തുടങ്ങുന്ന ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നു. എക്സാമൊക്കെ ആകുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അധികം കെയർ ചെയ്യലുണ്ട്. അപ്പോൾ ഫിസൂൻ്റെ എക്സാം ഡേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. പിന്നെ ഫിസൂനെ ഇരുത്തി കുറേ പഠിപ്പിക്കുന്ന പരിപാടിയൊന്നും ഈ എക്സാമിന് ചെയ്തില്ല കേട്ടോ. ഓൻ തന്നെ കുറച്ചൊക്കെ എന്തൊക്കെയോ പഠിക്കും. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ സ്പൂൺ ഫീഡിങ് പോലെ പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവരതിന് വേണ്ടി വെയിറ്റ് ചെയ്യും, അങ്ങനെ ഒരു പ്രശ്നം വരും. അതുകൊണ്ട് കുറച്ചൊക്കെ സ്വയം ഒരു പഠിക്കാൻ അനുവദിക്കുക. കുറേയൊക്കെ ഓല് ട്രയൽ ആൻഡ് എററിലൂടെയൊക്കെ ശരിയാക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫിസു ഒക്കെ പോയി. എനിക്ക് കുറച്ച് തുണി വിരിക്കാനുണ്ടായിരുന്നു. അന്ന് നല്ല കാറ്റായിരുന്നു കേട്ടോ. രാവിലെ തന്നെ എല്ലാവരും പോയി കഴിയുമ്പോൾ കുറേ ലൈറ്റ് ഓഫ് ചെയ്യുക,
ഡോർ അടയ്ക്കുക, അങ്ങനത്തെ പരിപാടികൾ. അതുപോലെ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ അടച്ചു വെക്കാറുണ്ടാവും, അതൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇനി നേരെ തുണി വിരിക്കാൻ വേണ്ടി മേലോട്ട് കയറുകയാണ്. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോ ഒന്നും ഇല്ലായിട്ട് എനിക്ക് നിങ്ങളെ കമൻസൊക്കെ കാണാതിരിക്കുമ്പോൾ എല്ലാവരെയും ഒരു ഭയങ്കര മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ തോന്നലുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തെങ്കിലും വീഡിയോ അടിപൊളിയായെന്നൊന്നും അല്ല കേട്ടോ, അല്ലാതെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒരു ഹായോ എന്തെങ്കിലും ഒരു സ്മൈലിയോ ഒക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം കഴിഞ്ഞ ഒരു വീക്കിലൊക്കെ എന്തൊക്കെയായിരുന്നു, എക്സാമിൻ്റെ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കും സ്ട്രെസ്സും ഒക്കെ ആയിരുന്നു. പിന്നെ ഫിസുവിൻ്റെ എക്സാമിനേക്ക് ഞാൻ അധികം സ്ട്രെസ് അടിച്ചില്ല. ഓൻ്റെ എക്സാമൊക്കെ ഒരു ഫ്ലോക്ക് അനുസരിച്ച് അങ്ങ് പോയി, ഓനോന് പറ്റും പോലെയൊക്കെ എഴുതിയാണ്. ഞാൻ പിന്നെ കൂടുതലായിട്ട് ഇങ്ങനെ പ്രഷർ കൊടുക്കുന്ന പരിപാടിയൊന്നും ഇപ്പം ചെയ്യലില്ല കേട്ടോ. അങ്ങനെ നമ്മൾ തുണിയൊക്കെ വിരിച്ച് താഴോട്ട് വരികയാണ്. അപ്പോഴേക്ക് 8 മണിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ആടിപ്പാടി പതുക്കുകയാണ് എല്ലാം ചെയ്തത്. അപ്പോൾ നല്ലൊരു വെയിൽ വരുന്നതിൻ്റെ മുന്നേ തന്നെ അത് ചെയ്താൽ നമ്മളെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്ക് അതെല്ലാം ഉണങ്ങിയിട്ടുണ്ടാവും. പിന്നെ നമ്മളെ ഇൻഡോർ പ്ലാന്റ്സ് ഇല്ലേ, 1-2 ദിവസമായിട്ട് ഞാനതെല്ലാം എടുത്ത് പുറത്ത് വെച്ചതായിരുന്നു കേട്ടോ. സിറ്റ് ഔട്ടിലായിരുന്നു കുറച്ചായിട്ട്, പിന്നെ ഞാൻ എല്ലാം എടുത്ത് പുറത്ത് വെച്ചു, നമ്മൾ ആ കിണറിൻ്റെ ഭാഗത്തേക്ക് വെച്ചു. അപ്പോൾ ഇപ്പോൾ നല്ല വെയിലുണ്ടാവുമല്ലോ, അപ്പോൾ അത്രയും വാട്ടം വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് തിരിച്ച് സിറ്റ് ഔട്ടിലേക്ക് തന്നെ വെച്ച് കൊടുത്തു. അങ്ങനെ നമ്മളെ മോർണിംഗ് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര ക്രേവിങ്സ് പോലെ തോന്നി. അപ്പം ഞാൻ കുറച്ച് ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗ്രേപ്സ് എടുത്തിട്ട് ജ്യൂസ് അടിച്ച് ആസ്വദിച്ച് കുടിച്ച്. കുറച്ചും കൂടി തുണി അലക്കാനുണ്ടായിരുന്നു, കുറച്ച് അല്ലറ ഐറ്റംസ്. പിന്നെ ഞാൻ അതൊക്കെ വാഷ് ചെയ്ത് മുറ്റത്തുകൊണ്ടുപോയി വിരിക്കാൻ പോയപ്പോഴാണ് ഒരു ചങ്ങല കിലുങ്ങുന്ന ശബ്ദം കേട്ടത്. ഞാൻ തുണി വിരിക്കാൻ വേണ്ടി മുറ്റത്തിറങ്ങിയപ്പോഴേ ചങ്ങല കിലുങ്ങുന്ന ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു അടുത്ത വീട്ടിലൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവില്ല, അവരെന്തോ സാധനം വെച്ച് കളിക്കുന്നതോ അങ്ങനെ എന്തോ അയക്കുന്നു. പിന്നെയാണ് മനസ്സിലായത് ആന വരുന്നു എന്നുള്ള കാര്യം. ആനനെ കാണുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. പിന്നെ ഞാൻ നമുക്ക് വിരിക്കാനുള്ളതൊക്കെ വിരിച്ചിട്ട് ആ സ്റ്റാൻഡ്, ഞാൻ അധികം വെയിലില്ലാത്തടത്ത് നിന്നിട്ട് വിരിക്കും, എന്നിട്ട് നല്ല വെയിലുള്ളിടത്തേക്ക് സ്റ്റാൻഡ് കൊണ്ടുവയ്ക്കാട്ടോ ചെയ്യൽ. കുറേ നേരം വെയിലത്ത് നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തലവേദനയൊക്കെ വരും. അങ്ങനെ ആന പോകുന്നത് ഒന്നും കൂടി പോയി കണ്ണിറയെ കണ്ടതിന് ശേഷം തിരിച്ചു വരുന്നു. നമ്മളെ വീടൊക്കെ അത്യാവശ്യം നീറ്റായിട്ടിരിക്കുന്നു, കണ്ടില്ലേ, പുറം ഭാഗവും ഉള്ളൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, വൃത്തിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ലഞ്ചിൻ്റെ കാര്യങ്ങൾ വലിയ പണിയില്ല കേട്ടോ. മീൻകറി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ്, പിന്നെ ഉപ്പേരിയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചതുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എടുത്ത് ചൂടോടുക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തപ്പോൾ സ്റ്റോക്കിൽ കുറച്ച് മൈദ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഒരു പലഹാരം പരീക്ഷിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനിതിലേക്ക് മൈദയിലേക്ക് കുറച്ച് കരിഞ്ചീരകം, ഏലക്കപ്പൊടി അതൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ശർക്കര ഉരുക്കി ഒഴിച്ചു കൊടുത്തു. മൈദ മാത്രമല്ല കേട്ടോ, കുറച്ച് അരിപ്പൊടിയും കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിരുന്നു. മൈദ കുറവായിട്ടുണ്ടായിരുന്നത്. ഞാൻ മുന്നേ ഷീബുക്സ് അങ്ങനെ എന്തോ പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഉണ്ണിയപ്പം പണ്ടെന്നോ പരീക്ഷിച്ചിട്ട് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ആ ഒരു മോഡലാണ് ഞാനിപ്പോൾ മാവ് റെഡിയാക്കിയത്. എന്നിട്ട് ഞാൻ ഇനിയിപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി എടുത്ത് കഴുകി വൃത്തിയാക്കി തുടച്ച് ഉണക്കി ഉണ്ണിയപ്പം ഉണ്ടാക്കിയാൽ നന്നാവോ ഒന്നും അറിയില്ലല്ലോ, അത് നോൺ സ്റ്റിക്ക് അല്ലാത്തതുകൊണ്ട് അടിപ്പറ്റി പിടിക്കും, എന്താണെന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു നോൺ സ്റ്റിക്ക് ചട്ടിയിൽ ഷേപ്പൊന്നും ഇല്ലാത്ത ഒരു അപ്പം പോലെ ഉണ്ടാക്കിയെടുക്കാം, ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ. ആ മൈദ അങ്ങോട്ട് ചിലവായിക്കോട്ടെ, പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ഒരു ചായക്കടിയോ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് പൊങ്ങി വന്നു. അപ്പോൾ ഉണ്ണിയപ്പത്തിന് അത് കറക്റ്റായിരുന്നു, അത് കണ്ടാൽ മനസ്സിലാവുന്നില്ലേ, ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലായിരുന്നെങ്കിൽ നല്ല ഉണ്ണിയപ്പമായിട്ട് കിട്ടിയേനെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് ഞാനത് ലോ ഫ്ലെയിമിലിട്ട് 2 സൈഡും കുക്ക് ചെയ്തൊക്കെ എടുത്ത് അത്യാവശ്യം നന്നായിരുന്നു കേട്ടോ, വലിയ കുഴപ്പമില്ലാതെ വന്നു. പിന്നെ അടുത്തത് ഞാൻ കുറച്ചുകൂടി വലുതാക്കി. എനിക്കിങ്ങനെ കുറേ നേരം ഇതങ്ങനെ ക്ഷമയോടുകൂടി ചുടാനുള്ള ഒരിതുണ്ടായിരുന്നില്ല, ക്ഷമ കുറച്ച് കുറവാണെന്ന് കൂട്ടിക്കോളി.
അപ്പോൾ പിന്നെ കുറച്ച് വലിയ കയ്യിലെടുത്തിട്ട് നെയ്യപ്പം പോലെ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ ഒരു ഗുഡ് കാര്യം എന്താണെന്ന് അറിയുമോ, എല്ലാം നന്നായിട്ട് വെന്തോ എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചു ഉൾഭാഗം വെന്തിണ്ടാവില്ല എന്ന്, പക്ഷേ എല്ലാം അടിപൊളിയായിട്ട് വെന്തിട്ടൊക്കെ വന്നു, നന്നായിരുന്നു. അപ്പം നമുക്ക് ഉണ്ണിയപ്പം ചട്ടി നല്ല മയങ്ങിയ ചട്ടിയാണെങ്കിൽ നമുക്ക് ഉണ്ണിയപ്പം ഈ മാവ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം. പിന്നെ ഞാൻ അവസാനത്തേതായപ്പോൾ കുറച്ച് കുറവായിരുന്നു, ഒത്തിരി കൂടി വെള്ളം ഒഴിച്ചു, ഒന്നുകൂടി ലൂസാക്കി. അതിൻ്റെ ഉൾഭാഗമൊക്കെ അത് അങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ കായപ്പം എന്ന് പറഞ്ഞിട്ടൊരു ബോണ്ട കിട്ടൂലേ, സ്വീറ്റ് ബോണ്ട, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു. എന്താണെങ്കിലും നമ്മളെ പേരില്ലാത്ത അപ്പം അവിടെ റെഡി ആയിന്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് നന്നായി കിട്ടിയാൽ പിന്നെ ഉണ്ടാക്കാൻ നമുക്കൊരു മോട്ടിവേഷൻ വരുമല്ലേ. പക്ഷേ കൊളായി പോയാലോ, പിന്നെ ഒരു കൊല്ലത്തേക്കൊന്നും ഉണ്ടാക്കാൻ തോന്നിയില്ല. എനിക്കങ്ങനെ കൊളായി പോയാലൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കത് വലിയ പ്രശ്നമൊന്നുമില്ല. അലമ്പായി ചിലടത്ത് ശരിയാവും, ചിലടത്ത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങളിലായിരിക്കുമല്ലോ കഴിവുണ്ടാവുക. നമുക്ക് പാചകത്തിൽ അത്രേ കഴിവുള്ളൂ എന്ന് വിചാരിച്ച് ഞാനങ്ങ് സമാധാനിക്കും. കൊളായി പോയാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ഞാൻ പിന്നെ ഉണ്ടാക്കില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ മോർണിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനൊരു അപ്പമൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.